ജിഞ്ചർ ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പപ്പായ ജാമാണ്. അപ്പോൾ ഈ ഈസി ഹോം മെയ്ഡ് ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്പായ ജാം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പകുതി പപ്പായാണ് എടുത്തേക്കുന്നത്. ഇനിയൊരു ബ്ലെൻഡറിലേക്ക് പപ്പായയുടെ പീസസ് ചേർത്ത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ചേർക്കാം. പപ്പായയിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ബബിൾസ് വരും. അപ്പോൾ ഇത് കുക്കായി കഴിഞ്ഞൊന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് ബബിൾസൊക്കെ മാറും. ഞാനിപ്പോൾ അരച്ചെടുത്ത പപ്പായ 1 കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് പപ്പായ അരച്ചതിന് 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഇനി 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. ഇതിപ്പോൾ നന്നായിട്ട് കുറേ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ജാമിൻ്റെ കറക്റ്റ് പരുവം. ജാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നറിയാനായിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ജാം ഇട്ട് കൊടുക്കുക. ജാം പെർഫെക്റ്റായിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനടിയിൽ ജാം സെറ്റിലായി കിടക്കും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ജാം ഏത് കൺസിസ്റ്റൻസിയിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതേപോലെ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത്. ജാം കുക്കായി കിട്ടാൻ എനിക്ക് ടോട്ടൽ 20 മിനിറ്റാണ് എടുത്തത്. ഒരു പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ചേർക്കാത്ത ഈസി ഹോം മെയ്ഡ് ജാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.